Hi friends, Exam Selective Study ചാനലിലേക്ക് സ്വാഗതം. Sanitary Chemist Microbiologist Kerala Water Authority Exam Mock Test based on previous question paper. ഈ മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ്. ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർക്ക് പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം വരുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സാനിറ്ററി കെമിസ്റ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. നമുക്കിനിയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സിലബസ് ഫുൾ കവർ ചെയ്ത ടോപ്പിക്സൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ക്ലാസ്സുകൾ വോയിസ് ഇല്ലാതെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് ഉള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ധാരാളം ടൈം എടുക്കും. ക്ലാസ് ആഡ് ചെയ്യാൻ ഡിലേ വരും. അപ്പോൾ അങ്ങനെ ക്ലാസ് ഡിലേ ആവാതിരിക്കാനാണ് ചില ക്ലാസ്സുകൾ സൗണ്ട് ഇല്ലാതെ ആഡ് ചെയ്യുന്നത്. മെജോറിറ്റി ക്ലാസ്സുകളും വോയിസോടെ തന്നെയാണ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എങ്കിലും നമുക്ക് പോർഷൻസ് തീർക്കാനുള്ളതുകൊണ്ട് ചില ക്ലാസ്സുകൾ വോയിസ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസൈമോളജിയുടെ ടോപ്പിക് വൈസ് ക്ലാസ് വേണം. അതുപോലെ വാട്ടർ പാരാമീറ്റേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് വേണം. അതുപോലെ തന്നെ ബയോകെമിക്കൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ക്രൊമറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, സെൻട്രിഫ്യൂഗേഷൻ, കളറിമെട്രി ഈ ടോപ്പിക്സിൻ്റെ ക്ലാസ് വേണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മൈക്രോബയോളജി ടോപ്പിക്കായ കൾച്ചർ മെത്തേഡ്സ് ആയ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ്, പോട്ട് പ്ലേറ്റ് മെത്തേഡ് ഈ ടോപ്പിക്കിൻ്റെ നോട്ട്സ് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിക്സ് ഒക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഫോളോയിങ് ഈസ് എ ലിസ്റ്റ് ഓഫ് സം എൻസൈംസ് യൂസ്ഡ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി വിത്ത് ദിയർ ആക്ടിവിറ്റി. സെലക്ട് ദ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ഓഫ് എൻസൈം ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റി. ഈ ക്വസ്റ്റ്യൻ എൻസൈമോളജി, മോളിക്കുലർ ബയോളജി എന്നീ ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് 4 എൻസൈമിൻ്റെ പേരാണ്. എൻസൈമിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 4 എൻസൈംസും അതിൻ്റെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഇതിൽ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ളതാണ്. അതായത് ഒരു എൻസൈമിൻ്റെ ഫംഗ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ഓപ്ഷനാണെന്നാണ് ചോദ്യം. ഫോളോയിങ് ഈസ് എ ലിസ്റ്റ് ഓഫ് സം എൻസൈംസ് യൂസ്ഡ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി വിത്ത് ദിയർ ആക്ടിവിറ്റി. സെലക്ട് ദ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ഓഫ് എൻസൈം ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റി. ഓപ്ഷൻ എ T7 DNA polymerase and 3'exonuclease activities. Option B poly A polymerase adds AMP from ATP to the 3' end of mRNA. Option C S1 nuclease degrades double-stranded RNA. Option D Mung bean nuclease single-stranded DNA and RNA endonuclease. 4 ഓപ്ഷൻസ് വായിച്ചു. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? S1 ന്യൂക്ലിയസ് ഡീഗ്രേഡ്സ് ഡബിൾ സ്ട്രാൻഡഡ് RNA. അത് തെറ്റായിട്ടുള്ളതാണ്. ഇവിടെ ക്വസ്റ്റനിൽ ഡബിൾ സ്ട്രാൻഡഡ് RNA എന്നാണ് കൊടുത്തിരുന്നത്. ഡബിൾ സ്ട്രാൻഡഡ് അല്ല, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പൊ S4 സിംഗിൾ, S1 ന്യൂക്ലിയസ് സിംഗിൾ സ്ട്രാൻഡഡ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ DNAയും RNAയും വരും. അപ്പൊ S1 ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? S1 ന്യൂക്ലിയസ് degrades or cleaves single-stranded RNA and DNA. RNAയുടെയും DNAയുടെയും സിംഗിൾ സ്ട്രാൻഡഡിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈമാണ് S1 ന്യൂക്ലിയസ്. ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ളതാണ്. Some important enzymes in the rDNA technology and their functions. rDNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് എൻസൈംസിന്റെ ഫംഗ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. T7 DNA polymerase and 3'exonuclease activity. Poly A polymerase adds AMP from ATP to the 3' end of mRNA. mRNA messenger RNA. Next S1 nucleus and the function എന്താണ്? S1 nucleus is an endonuclease that degrades single-stranded DNA and RNA. ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നത് S1 nucleus degrades double-stranded RNA. അത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ഫോം എന്താണ്? S1 nucleus degrades single-stranded DNA and RNA. S1 nucleus single-stranded DNA RNA ക്ലീവ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. നെക്സ്റ്റ് മുങ് ബീൻ ന്യൂക്ലിയസ്, ഇറ്റ് ക്ലീവ്സ് സിംഗിൾ-stranded DNA and RNA. മുങ് ബീൻ ന്യൂക്ലിയസ് സിംഗിൾ-stranded DNA and RNA endonuclease. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. S1 ന്യൂക്ലിയസ് ഡീഗ്രേഡ്സ് സിംഗിൾ-stranded RNA and DNA. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. The mode of action of certain antibiotics is given below. ആന്റിബയോട്ടിക്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റൻ നന്നായിട്ട് വായിക്കുക, സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുക, തന്നിരിക്കുന്ന ഓപ്ഷൻസും ശ്രദ്ധയോടെ വായിക്കുക, അതിനുശേഷം മാത്രം ആൻസർ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ampicillin inhibition of cell wall synthesis by interference with peptidoglycan cross linking. Statement 2 chloramphenicol inhibition of translation by blocking peptidyl transferase on the 50S ribosomal subunit ആണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സബ്മിറ്റ് എന്ന് വന്നിരിക്കുന്നത് സബ്യൂണിറ്റ് ആണ്. 50S റൈബോസോമൽ സബ്യൂണിറ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ദ റൈറ്റ് ഓപ്ഷൻ.
കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബോത്ത് 1 and 2 ആർ കറക്റ്റ്, ഓപ്ഷൻ ബി ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്, ഓപ്ഷൻ സി ഓൺലി 1 ഈസ് കറക്റ്റ്, ഓപ്ഷൻ ഡി ഓൺലി 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധയോടെ വായിക്കണം. കറക്റ്റും ഇൻകറക്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ട് വായിക്കുക. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ആംബിസിലിൻ, ഇൻഹിബിഷൻ ഓഫ് സെൽ വാൾ സിന്തസിസ് ബൈ ഇന്റർഫിയറൻസ് വിത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ ക്രോസ് ലിങ്കിങ്. Chloramphenicol, inhibition of translation by blocking peptidyl transferase on the 50S ribosomal subunit. അടുത്ത ചോദ്യം, അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയ ഈസ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഇൻ ഇറ്റ്സ് ഫംഗ്ഷൻ? ഇത് കൾച്ചർ മീഡിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കൾച്ചർ മീഡിയ ടോപ്പിക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്നതിൽ ഏതൊക്കെ മീഡിയമാണ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയം? മീഡിയത്തിന്റെ പേര് വായിക്കാം. 1 ഇയോസൻ മെത്ലിൻ ബ്ലൂ അഗാർ, 2 മെക്കോങ്കി അഗാർ, 3 മാനിറ്റോൾ സോൾട്ട് അഗാർ. തന്നിരിക്കുന്ന 3 മീഡിയത്തിൽ ബോത്ത് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഓൺലി 1 and 2, ഓപ്ഷൻ ബി ഓൺലി 2 and 3, ഓപ്ഷൻ സി ഓൺലി 3, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയ ഈസ് സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ഇൻ ഇറ്റ്സ് ഫംഗ്ഷൻ? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഓൾ ഓഫ് ദി അബോവ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന 3 മീഡിയവും സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഇയോസൻ മെത്തിലിൻ ബ്ലൂ EMP agar, മെക്കോങ്കി agar, mannitol salt agar. These 3 media are selective and differential in its function. ഈ 3 മീഡിയവും സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. കൾച്ചർ മീഡിയ ടോപ്പിക് ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്താണ്. അപ്പോൾ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സിൽ പോയി കാണുക. കൾച്ചർ മീഡിയ ടോപ്പിക് ലാബ് അസിസ്റ്റന്റ്, സാനിറ്ററി കെമിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ് എക്സാം സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്ത ചോദ്യം, എറിത്രോപോയറ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കിഡ്നി, ഓപ്ഷൻ ബി ബോൺ മാരോ, ഓപ്ഷൻ സി ലിവർ, ഓപ്ഷൻ ഡി ലങ്സ്. എറിത്രോപോയറ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ. ആൻസർ കിഡ്നി. എറിത്രോപോയറ്റിൻ ഈസ് സെക്രീറ്റഡ് ബൈ കിഡ്നി. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Erythropoietin EPO is a glycoprotein hormone naturally produced by the peritubular cells of the kidney that stimulates red blood cell production. അടുത്ത ചോദ്യം, dash is a semi-quantitative technique for detecting radioactively labeled molecules in cells, tissues or electrophoretic gels. Options: option A immunoblotting, option B mass spectrometry, option C autoradiography, option D SDS page. Dash is a semi-quantitative technique for detecting radioactively labeled molecules in cells, tissues or electrophoretic gels. Answer: autoradiography. Autoradiography is a semi-quantitative technique for detecting radioactively labeled molecules in cells, tissues or electrophoretic gels. അടുത്ത ചോദ്യം, monomers of lactose are. Options: option A 2 glucose molecules, option B 1 glucose and 1 fructose, option C 1 galactose and 1 glucose, option D 2 galactose molecules. Monomers of lactose are. Answer: 1 galactose and 1 glucose. Monomers of lactose 1 galactose and 1 glucose. Lactose ഒരു ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആണ്. ഗാലക്ടോസും ഗ്ലൂക്കോസും മോണോസാക്രൈഡ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ ബയോകെമിസ്ട്രി ടോപ്പിക്കിൽ വരുന്നതാണ്. Monomers of lactose are 1 galactose and 1 glucose. അടുത്ത ചോദ്യം, which are the 3 amino acids with aromatic side chains? ഇതും ബയോകെമിസ്ട്രി ടോപ്പിക്കിലെ ചോദ്യമാണ്. അരോമാറ്റിക് സൈഡ് ചെയിൻസ് ഉള്ള 3 അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, ഓപ്ഷൻ ബി ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ, ഓപ്ഷൻ സി ഫിനൈൽ അലനിൻ. ഫിനൈൽ അലൻ ആണ്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഫിനൈൽ അലനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. ഓപ്ഷൻ ഡി ഫിനൈൽ അലനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. വിച്ച് ആർ ദ 3 അമിനോ ആസിഡ്സ് വിത്ത് അരോമാറ്റിക് സൈഡ് ചെയിൻസ്? ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒരുപോലത്തെ ഓപ്ഷൻസ് ആണ്. ഒരു അമിനോ ആസിഡിന്റെ പേര് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ ഉത്തരം അറിയാമെങ്കിലും തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധയോടെ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫിനൈൽ അലനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. അരോമാറ്റിക് സൈഡ് ചെയിൻസ് ഉള്ള അമിനോ ആസിഡ്സ് ഫിനൈൽ അലാനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഈ ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും, അരോമാറ്റിക് സൈഡ് ചെയിൻസ് ഉള്ള അമിനോ ആസിഡ്സിന്റെ പേര്. പക്ഷേ ഇവിടുത്തെ ട്രിക്കി ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 2 ഓപ്ഷനിൽ ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാനും ഉണ്ട്. ഒരേ ഒരു അമിനോ ആസിഡ് മാത്രമാണ് അവിടെ മാറിയിരിക്കുന്നത്. അതും ഏകദേശം സെയിം ഇത് വരുന്ന അമിനോ ആസിഡ്, ത്രിയോണിൻ, ടൈറോസിൻ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ഫിനൈലനും ട്രിപ്റ്റോഫാനും. ത്രിയോണിൻ ആണോ ടൈറോസിൻ ആണോ ശ്രദ്ധിക്കാതെ ഓപ്ഷൻ സി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് അവിടെ പോകും. കാരണം ത്രിയോണിൻ അല്ല ആൻസർ, ടൈറോസിൻ ആണ്. ടൈറോസിൻ തൊട്ട് താഴെ കിടക്കണം, തൊട്ട് താഴത്തെ ഓപ്ഷനിൽ കിടക്കണം. പക്ഷെ നമ്മൾ ധൃതിയിൽ മാർക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ സി ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ധൃതിയിൽ ആൻസർ മാർക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കളയരുത്.
ഓരോ മാർക്കിനും വില ഉണ്ടെന്ന് അറിയാമല്ലോ. ഓരോ മാർക്ക് വെച്ചിട്ടാണ് ഓരോ റാങ്ക് നിങ്ങൾ മുന്നിലോട്ടും പിന്നിലോട്ടും പോകുന്നത്. ഓരോ മാർക്കിന്റെ ബേസിലാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ മാത്രം ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആൽഫ ഹെലിക്സ് ഫ്രം ദ ഫോളോയിങ്. ബയോകെമിസ്ട്രി ക്വസ്റ്റൻ ആണ്. ആൽഫ ഹെലിക്സിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ലിനസ് പോളിംഗ് ഇൻ 1951. ഓപ്ഷൻ ബി, ആൽഫ ഹെലിക്സ് ഈസ് ലെഫ്റ്റ് ഹാൻഡഡ്. Option C, alpha helix has 3.6 residues per turn. Option D, alpha helix have an average length of approximate 12 residues. Select the incorrect statement about alpha helix from the following. Answer option B ആണ്. Alpha helix is left-handed. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഫോം നോക്കാം. Alpha helix is right-handed. അടുത്ത ചോദ്യം, dash lipids are involved in the production of pain and fever. Options: Option A, prostaglandins. Option B, cerebrocytes. Option C, gangliosides. Option D, sphingomyelins. Dash lipids are involved in the production of pain and fever. Answer: prostaglandin. Prostaglandin lipids are involved in the production of pain and fever. അടുത്ത ചോദ്യം, the Watson-Crick model of DNA is based on X-ray diffraction data provided by. Options: Option A, James Watson and Francis Crick. Option B, Rosalind Franklin and Maurice Wilkins. Option C, Oswald Avery, Colin McLeod and Maclean McCarthy. Option D, Erwin Shergaff. The Watson-Crick model of DNA is based on X-ray diffraction data provided by. The Watson-Crick model of DNA is based on X-ray diffraction data provided by. Answer: Rosalind Franklin and Maurice Wilkins. The Watson-Crick model of DNA is based on X-ray diffraction data provided by Rosalind Franklin and Maurice Wilkins. അടുത്ത ചോദ്യം, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചില ക്വസ്റ്റൻസിൽ റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ശ്രദ്ധയോടെ വായിക്കുക, സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയോടെ വായിക്കുക, ഓപ്ഷൻ ശ്രദ്ധയോടെ വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ മാർക്ക് ചെയ്യുക. Select the correct statement from the following. Statement 1. In competitive inhibition, inhibitors bind to the active site of the enzyme. Statement 2. Competitive inhibition can be overcome by a sufficiently high concentration of substrate. Statement 3. Non-competitive inhibition cannot be overcome by increasing the substrate concentration. Enzymology topic-ലുള്ള question ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ ഇൻഹിബിറ്റേഴ്സ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താലും ഓവർകം ചെയ്യാൻ കഴിയില്ല. ഇത്രയാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. Select the correct statement from the following. Answer: ഓപ്ഷൻ ഡി 1, 2 and 3. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, the synthesis of sugars through the reversal of glycolysis is called. Options: Option A, Gluconeogenesis. Option B, Glycogenesis. Option C, Glycogenolysis. Option D, pentose phosphate pathway. Options ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണ്. The synthesis of sugars through the reversal of glycolysis is called. Answer: Gluconeogenesis. The synthesis of sugars through the reversal of glycolysis is called gluconeogenesis. അടുത്ത ചോദ്യം, which among the following is not a promoter element in eukaryotes? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ യൂകാരിയോട്ടിക്കിന്റെ പ്രൊമോട്ടർ എലമെന്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ടാറ്റ ബോക്സ്, ഓപ്ഷൻ ബി ഇനിഷ്യേറ്റേഴ്സ് INR, ഓപ്ഷൻ സി CPG islands, ഓപ്ഷൻ ഡി പ്രിപ്നോബോക്സ്. Which among the following is not a promoter element in eukaryotes? Answer: Option D, Pripnobox. Pripnobox is not a promoter element in eukaryotes. Pripnobox is a promoter element in prokaryotes. അടുത്ത ചോദ്യം, dash allows a tRNA to recognize more than one mRNA codon. Options: Option A, Watson and Crick base pairing. Option B, Wobble pairing. Option C, D loop. Option D, T-CG loop. Dash allows a tRNA to recognize more than one mRNA codon. Answer: Wobble pairing. Wobble pairing allows a tRNA to recognize more than one mRNA codon. നിങ്ങൾക്കുള്ള ടാസ്ക് വരികയാണ്. tRNA and mRNA
ക്വസ്റ്റിൽ നിങ്ങൾ tRNA എന്നും mRNA എന്നുള്ള ടേം കണ്ടു. tRNAയുടെ mRNAയുടെ ഫുൾ ഫോം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. Which of the following statement is not true about agarose gel electrophoresis? ഇത് ബയോകെമിക്കൽ ടെക്നിക്സ് എന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റൻ ആണ്. Which of the following statement is not true about agarose gel electrophoresis? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ agarose gel electrophoresisനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. Statement 1, it uses electric current to separate DNA molecules. Statement 2, under electric field, DNA migrates from positive electrode to negative electrode. Statement 3, it separates DNA by size. If another typing mistake ആണ്. It separates DNA by size. Statement 4, etherium bromide is usually used to visualize DNA in gels. Options, option A 4 only, option B 2 only, option C all above, option D 3 only. Which of the following statements is not true about agarose gel electrophoresis? Answer, option B 2 only. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആയിട്ടുള്ള 2 ഓൺലി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റഡ് ഫോം നോക്കാം. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് DNA മൈഗ്രേറ്റ്സ് ഫ്രം പോസിറ്റീവ് ഇലക്ട്രോഡ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റഡ് ഫോം നോക്കാം. DNA is negatively charged. Therefore, when an electric current is applied to the gel, DNA will migrate from negative electrode to positive electrode. DNA നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് കറന്റ് അപ്ലൈ ചെയ്യുമ്പോൾ DNA മൈഗ്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലാണ്. നെഗറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് DNA മൈഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ DNA മൂവ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനിലെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്? DNA മൈഗ്രേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. അത് തെറ്റാണ്. DNA മൈഗ്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആണ്. കാരണം DNA നെഗറ്റീവ് ചാർജ് ആണ്. ഇപ്പൊ നെഗറ്റീവ് ചാർജ് ആയ DNA പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് പോകുന്നത്. ഇനി ക്വസ്റ്റനിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിന് പകരം കാഥോഡ് എന്നും ആനോഡ് എന്നും വരും. ഇപ്പൊ എല്ലാവർക്കും ഒട്ടും മെജോറിറ്റി പേർക്കുമുള്ള കൺഫ്യൂഷൻ ആണ് ഏതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് ഈസ് ആനോഡ്. പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് ആണ് ആനോഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് കാഥോഡ്. പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ് ആനോഡ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോഡ് കാഥോഡ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ, വിഷ്വലൈസേഷൻ അറ്റ് ദ നാനോസ്കെയിൽ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ. ഏത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലാണ് നാനോസ്കെയിൽ വിഷ്വലൈസേഷൻ പോസിബിൾ ആവുന്നതാണ് ചോദ്യം. 1, സ്കാനിംഗ് ടണൽ മൈക്രോസ്കോപ്പി, 2, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, 3, Nanoscale microscopy, 4, all the above. Options, option A 4, option B 2 and 3, option C 2, option D 1 and 2. Visualization at the nanoscale can be achieved by. Answer, option D ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് 1 and 2. 1 and 2, 1 scanning tunnel microscopy, 2 atomic force microscopy. Visualization at the nanoscale can be achieved by scanning tunnel microscopy and atomic force microscopy. അടുത്ത ചോദ്യം വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ. ഇതും മൈക്രോസ്കോപ്പി ടോപ്പിക്കിലെ ക്വസ്റ്റൻ ആണ്. വിച്ച് മൈക്രോസ്കോപ്പി വിൽ ബി യൂസ് ടു വ്യൂ ദ ഡീറ്റെയിൽസ് ഓഫ് ലൈവ് അൺസ്റ്റെയിൻഡ് സെൽ? 4 മൈക്രോസ്കോപ്പിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 4 മൈക്രോസ്കോപ്പിൽ ഏതൊക്കെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാലാണ് ലൈവ് അൺസ്റ്റെയിൻ സെൽസിനെ വ്യൂ ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചോദ്യം. മൈക്രോസ്കോപ്പിന്റെ പേര് വായിക്കാം. 1, സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് SEM, 2, transmission electron microscope TEM, 3, phase contrast microscope, 4, differential interference contrast DIC microscope. 1, scanning electron microscope SEM, 2, transmission electron microscope TEM, 3, phase contrast microscope, 4, differential interference contrast DIC microscope. Options, option A 3 only, option B 1 and 2 only, option C 3 and 4 only, option D 4 only. Which microscopy will be used to view the details of live unstained cells? Answer, option C 3 and 4 only. Option C ആണ് ഇവിടുത്തെ ആൻസർ. 3 and 4 only. 3, phase contrast microscope, 4, differential interference contrast DIC microscope. Phase contrast microscope and differential interference contrast DIC microscope are used to view the details of live unstained cells. To view the details of live unstained cells, the microscopes used are phase contrast microscope and differential interference contrast DIC microscope. അടുത്ത ചോദ്യം, antibiotic aminopterin added in the growth medium for production of monoclonal antibodies inhibits dash synthesis. Monoclonal antibodies produce ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രോത്ത് മീഡിയത്തിൽ അമിനോപ്റ്ററിൻ എന്ന ആന്റിബയോട്ടിക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് എന്തിന്റെ സിന്തസിസ് ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. Antibiotic aminopterin added in the growth medium for production of monoclonal antibodies
inhibits dash synthesis? Options: option A nucleic acid, option B protein, option C lipid, option D carbohydrate. Answer: nucleic acid. Antibiotic aminopterin added in the growth medium for production of monoclonal antibodies inhibits nucleic acid synthesis. അടുത്ത ചോദ്യം, which of the following is an example of a probiotic strain? Options: option A Lactobacillus acidophilus, option B E. coli 01587, option C Salmonella typhi, option D Streptococcus pyogenes. Which of the following is an example of a probiotic strain? Answer: Lactobacillus acidophilus. Probiotic strain ആയിട്ട് യൂസ് ചെയ്യുന്നത് Lactobacillus acidophilus ആണ്. Probiotic, living strains of bacteria that add to the population of good bacteria in digestive system. Probiotics എന്ന് പറയുന്നത് living strains of bacteria. Living strains of bacteria ആണ് probiotics എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രീബയോട്ടിക്. ഇനി പ്രീബയോട്ടിക്സ് ഉണ്ട്. പ്രീബയോട്ടിക്സ് എന്താണ്? They are specialized plant fiber that act as food for the good bacteria. This stimulates growth among the pre-existing good bacteria. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. Which of the following combination is correct about ribosome composition? റൈബോസോം കോമ്പോസിഷന്റെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള റൈബോസോം കോമ്പോസിഷൻ ഏതാണെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1 50s in brackets 23s plus 5s, 30s in brackets 16s equal to 70s. Statement 2 50s in brackets 23s plus 5.8s, 30s in brackets 16s equal to 70s. Statement 3 60s in brackets 28s plus 5.8s plus 5s plus 40s in brackets 18s equal to 80s, 80. Fourth statement 60s in brackets 28s plus 5.8s plus 5s plus 40s in brackets 16s equal to 80s. Options: option A 1, option B 3, option C 1 and 3, option D 2 and 4. ഈ ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. Which of the following combination is correct about ribosome composition? Answer: option C ആണ് 1 and 3. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ് റൈബോസോം കോമ്പോസിഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 50s in brackets 23s plus 5s, 30s in brackets 16s equal to 70s. Third statement 60s in brackets 28s plus 5.8s plus 5s plus 40s in brackets 18s equal to 80s. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ് ആയിട്ടുള്ള റൈബോസോം കോമ്പോസിഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ 4 സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? 50s in brackets 23s plus 5s, 30s in brackets 16s equal to 70s. പ്രോകാരിയോട്ടിക് 70s റൈബോസോം. പ്രോകാരിയോട്സിന്റെ റൈബോസോമൽ കോമ്പോസിഷനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. Prokaryotic 70s ribosome. It consists of a large 50s subunit and a small 30s subunit. The large 50s subunit consists of 2 rRNAs, 23s and 5s. Small 30s subunit consists of 116s molecule of rRNA. rRNA ribosomal RNA. Next correct ആയിട്ടുള്ള റൈബോസോമൽ കോമ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 60s in brackets 28s plus 5.s plus 5s plus 40s in bracket 18s equal to 80s, 80s. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. യൂക്കാരിയോട്ടിക് 80s റൈബോസോമിനെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. Eukaryotic 80s ribosome consists of a large 60s subunit and a small 40s subunit. Next point, large 60s subunit consists of 3 rRNAs, 28s, 5.8s and 5s. Large 60s subunit consists of 3 rRNAs, rRNA ribosomal RNA, 28s, 5.s and 5s. Small 40s subunit consists of 118s molecule of rRNA. നമ്മൾ എത്ര നേരം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു പോകുമ്പോൾ ഇവിടെ എസ് എന്നുണ്ട്. 50s, 70s, 80s, 28s. എന്താണ് ഈ എസ്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ 2 ടാസ്ക്കാണ് തന്നിരിക്കുന്നത്. ഒന്ന് tRNA mRNAയുടെ ഫുൾ ഫോം കണ്ടുപിടിക്കുക. പിന്നെ ഒന്ന് ഈ റൈബോസോമിനെ കുറിച്ച് വായിക്കുമ്പോൾ എന്താണ് എസ് ഡിനോട്ട് ചെയ്യുന്നത്, റൈബോസോമിൻ്റെ കേസിൽ എന്താണ് എസ് ഡിനോട്ട് ചെയ്യുന്നത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ധാരാളം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ലെവലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.